നിപ്പ ബാധിച്ച് മരിച്ച 14-കാരന്റെ മാതാപിതാക്കളുടെ പരിശോധനാ ഫലം നെഗറ്റീവ് എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. 406 പേർ സമ്പർക്ക പട്ടികയിലും 194 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്നും കഴിഞ്ഞ തവണ നിപ്പ വന്നപ്പോൾ കണ്ടെത്തിയ അതേ വകഭേദം തന്നെയാണ് ഇത്തവണയും കണ്ടെത്തിയതെന്നും വീണ ജോർജ് പറഞ്ഞു. പരിശോധനാ ഫലം വന്ന 9 നെഗറ്റീവാണ്. IP അഡ്മിഷനിൽ 15 പേരാണ് ഉള്ളത്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 12 പേരും, തിരുവനന്തപുരത്ത് 2 പേരും, കോഴിക്കോട് ഒരാളും, അങ്ങനെ 15 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോകോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം. എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പനി പൂർണ്ണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം. പക്ഷേ ഈ 21 ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ, അതായത് 2023 നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിൻ്റെ അതേ വകഭേദമാണ് ഈ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്.